Boche Gold and Diamonds. Buy now, pay later. കുളപ്പുള്ളി കണയം മണ്ണാരംപാറയിലെ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ നഗരസഭ നോട്ടീസ് നൽകി. പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച നഗരസഭാ സെക്രട്ടറി ക്വാറിയിലെത്തി നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയത്. ക്വാറിയിൽ അനധികൃത പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ജിയോളജി വിഭാഗത്തിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ജില്ലാ കളക്ടർക്കും നഗരസഭ കത്ത് നൽകി. ഇവരുടെ പരിശോധനാ റിപ്പോർട്ട് വരുന്നതുവരെ പ്രവർത്തികൾ നിർത്തിവെക്കാനാണ് നോട്ടീസിലെ നിർദ്ദേശമെന്ന് നഗരസഭാ സെക്രട്ടറി PS രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ക്വാറിയിൽ അനുമതിയില്ലാത്ത സ്ഥലത്ത് വീടുകൾക്ക് സമീപം സ്ഫോടനം നടത്തിയെന്നാരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു. 3 വർഷത്തോളമായി കണയത്തെ ക്വാറിയുടെ പ്രവർത്തനം പ്രദേശവാസികൾക്കാകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നാണ് പരാതി. വീടുകളിലെ ചുമരുകൾ വിണ്ടുകീറി തകരുമോ എന്ന ആശങ്കയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഏറെ വിവാദമായ കഴിഞ്ഞ ഭരണസമിതിയുടെ ക്വാറി അനുമതി അജണ്ടയിലെ അന്വേഷണ സമിതി റിപ്പോർട്ടും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. നഗരസഭാ കൗൺസിൽ നിർദ്ദേശിച്ച 3 പേരടങ്ങുന്ന സമിതി ക്വാറിക്കെതിരെ പ്രതികരിച്ചില്ലെന്നായിരുന്നു പരാതി. ക്വാറി ഉടമകൾ പിന്നീട് കോടതിയെ സമീപിച്ച് അനുമതി വാങ്ങിയപ്പോഴുള്ള കോടതി വിധിയിൽ ക്വാറിയുടെ പ്രവർത്തനത്തെ തടയുന്ന രീതിയിലുള്ള എതിർ സത്യവാങ്മൂലം നൽകിയിട്ടില്ലെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വാറി തുടങ്ങുന്നതിന് നഗരസഭ ഭാഗത്തു നിന്ന് കോടതിയിൽ എതിർപ്പ് ഉന്നയിച്ചിട്ടില്ലെന്ന് വ്യക്തമാണ്. എന്നാൽ ഇക്കാര്യം അറിയില്ലെന്നും നഗരസഭയുടെ അഭിഭാഷകനുണ്ടായ പിഴവാകാം കാരണമെന്നുമാണ് നഗരസഭ അധികൃതരുടെ വിശദീകരണം. അതേസമയം അന്നത്തെ കൗൺസിൽ ക്വാറിക്ക് അനുമതി നൽകേണ്ടെന്ന് തീരുമാനമെടുത്തിരുന്നെന്നും മുൻ നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് പറഞ്ഞു. നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയത് താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് കൗൺസിലർ സിനി മനോജ് അവകാശപ്പെട്ടു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.